ഞാൻ ഈ ഇടുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ വർക്കിനിടക്ക്, ഞാൻ ജോലി ചെയ്യുന്നതിനിടക്ക് സമയം കണ്ടെത്തിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ഇന്ന് അറിയാലോ, ഇന്നത്തെ നമ്മുടെ ചൂടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതാ ദീപക് മരണപ്പെട്ടതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ദീപക്കിൻ്റെ കാര്യത്തിൽ നിന്ന് നമ്മളും കുറേയൊക്കെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും, ആണെന്നല്ല പെണ്ണെന്നല്ല, എല്ലാവരും ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ആത്മഹത്യ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് നമുക്കറിയാമല്ലോ. ദിലീപിൻ്റെ കേസിലൊക്കെ ദിലീപൊക്കെ പണ്ടേ മരിച്ചു കളയേണ്ടതാണ്. പിന്നെ അത് ഒടുക്കത്തത്തിൽ കെട്ടിയാണ്, അത് ആർക്കും ഇല്ല. അത് പോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ പറയണ്ട. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പറയാൻ എളുപ്പമാണ്, പലർക്കും പല ടെൻഡൻസിയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും അത് എങ്ങനെയാണ് അത് നേരിടുന്നത് എന്നുള്ളത് അത് വ്യത്യസ്തമായിരിക്കും, സത്യമാണ്. ഇപ്പം ഞാൻ ഗാലറിയിൽ നിന്ന് കൈയടിക്കാൻ പറ്റും, പക്ഷെ കളത്തിലിറങ്ങി കളിക്കുന്നവനെ അതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന പോലെ, ഇപ്പം ഞാൻ വലിയ ആളെ പോലെ കിടന്ന് ഉപദേശിച്ച് ഇപ്പം ഞാൻ ഇതിനകത്ത് പറയും ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ വീമ്പിളക്കും. പക്ഷേ ഒരു സാഹചര്യം വരുമ്പോൾ ശരിയാണ്, ഞാൻ ചിലപ്പോൾ ഒന്ന് പതറിപ്പോവാം. ഞാനും പതറിപ്പോവാന്നല്ല, ഞാൻ എന്ന് പറയുന്നാൽ വലിയ ഒരു സംഭവമായിട്ടല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യൻ്റെ കാര്യമാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചെന്ന് വരാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ വിഷയം എത്ര ദിവസം ചർച്ച ചെയ്യും? സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ചാനലുകളായിക്കോട്ടെ, എത്ര ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവും? കൂടി വന്നാൽ ഒരാഴ്ച, അല്ലെങ്കിൽ ആ സ്ത്രീ ഒളിവിൽ പോയിട്ട് തിരിച്ചു കിട്ടുന്നവർ, അല്ലേ, അവരെ പിടിച്ചകത്തിടുന്നവർ ചർച്ചയുണ്ടാവും. അത് കഴിഞ്ഞ് ഈ വിഷയം എല്ലാവരും മറക്കും. സത്യമല്ലേ? എല്ലാവരും ഈ വിഷയം വിട്ട് മറ്റ് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പുറകെ പോകും. അതാണ് ഇന്ന് വരെ നമ്മൾ കണ്ടിരിക്കുന്നത്. കുറേയൊക്കെ ഇത് ചാനലിൻ്റെയും മറ്റ് സോഷ്യൽ മീഡിയ എല്ലാത്തിൻ്റെയും പിന്നെ നിലനിൽപ്പ് കൂടിയാണ് ഇത്തരം വാർത്തകൾ ഇങ്ങനെ വരിക എന്നുള്ളത്. ഇതിനകത്ത് ബലിയാടാകുന്നവരെയും വെച്ച് കാശുണ്ടാക്കും. അതുപോലെ തന്നെ അതിനകത്ത് എന്താ പറയുക, ആ കൃത്യം ആരാണോ പ്രതിയായിട്ടുള്ള ആ വ്യക്തിയെയും വെച്ച് കാശുണ്ടാക്കും. അതും മറ്റൊരു ഭാഗം. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആത്മഹത്യ ശരിക്കും ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ദീപക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാൻ വിഷമിച്ച് എനിക്ക് കണ്ണ് നിറഞ്ഞു പോയിടാ. കാരണം ദീപകിൻ്റെ അമ്മയുടെ ആ ഒരു അവസ്ഥ അത് ഈ ലോകത്ത് ഒരാൾക്കുണ്ടായിരുന്നു. കാരണം ആ മനുഷ്യനെ കണ്ടാലേ അറിയാം, ആ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു വിഷമമാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സാധുവായൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അത് ചെയ്യത്തില്ലെന്ന് അയാളുടെ മുഖത്തുണ്ട്. ഇപ്പം നമ്മൾ അപ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നവർ പറയും അതങ്ങനെ മുഖം നോക്കിയിട്ട് പറയാൻ പറ്റും. പിന്നെ ക്രൂരന്മാർ പലതും പിന്നെ മനസ്സിലാണ് അവരുടെ ക്രൂരത, മുഖത്ത് ചിലപ്പോൾ നല്ലവനെ പോലെ ഇരിക്കും. ഇപ്പം എന്നെയൊക്കെ പോലെ അതെ, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞതെന്നറിയോ, ദീപക്കിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ, ഈ ദീപക് എന്ന് പറയുന്ന ആളുടെ മുഖത്ത് നോക്കി അറിയാം അതൊരു പാവമാണ്, പാവപ്പെട്ടവനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അറിയാം ഒരു അത് അറിയാവുന്നുള്ളതിനേക്കാൾ വലിയ കാര്യമാണ് അദ്ദേഹം അതുകൊണ്ടാണല്ലോ നിരപരാധിയായിട്ട് പോലും ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പിന്നെ എന്താ പറയുക, ഒരു വീഡിയോ ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ടൊരു വീഡിയോ ചെയ്ത്, അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ള കാര്യം പോലും സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും പറയാൻ, ഇന്ന് നമുക്ക് പണ്ടത്തെ പോലെയല്ലോ, ഇന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനുപോലും മുതിരാതെ, അതിനുപോലും കാത്തിരിക്കാതെ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പം അത്രയും ഒരു സാധുവാണ് ആ മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു തെളിവാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ ഒരു തെറ്റും ചെയ്യാത്തവർ ചെയ്തു. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ആളുകൾ ചിലപ്പോൾ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് തെളിയിക്കണ്ട, അവർക്ക് മരിച്ചാൽ മതി. കാരണം അത്രയും വേദനാജനകമായിട്ടുള്ള അവസ്ഥ അവർക്ക് വരുമ്പോൾ അവർ ചിലപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെട്ടു പോയ അവസ്ഥ, ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ, അത് സ്വയം പിന്നെ ഉള്ളിൽ വെച്ച് വെന്ത് നീറി 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 ലാസ്റ്റ് കയറെടുത്ത് തൂങ്ങുന്ന അവസ്ഥ ഉണ്ടാവും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അയാൾ പൂർണ്ണമായിട്ടും അയാൾ നിരപരാധിയാണ്. അയാൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ആ സ്ത്രീ വീഡിയോ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടില്ലാതിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ആ മനുഷ്യനെ സംബന്ധിച്ച് ഇതാണ് നടക്കാൻ പോകുന്നത്, ഇങ്ങനൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്നും ഇതിൻ്റെ പിന്നിൽ എനിക്കെതിരെയുള്ള പാരയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർക്കാൻ പോകുകയാണെന്നൊന്നും പാവം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒന്നും അറിയാതെ യാത്രക്കാരനെ പോലെ ബസ്സിൻ്റെ മുമ്പിൽ നിൽക്കുക, ആ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ അവരെന്താ ചെയ്തത്? അവർ പോയിട്ട് ആ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട്, അതും പോരാഞ്ഞിട്ട് രണ്ടാമതൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അയാളെക്കുറിച്ച് മോശമായിട്ടൊക്കെ, അയാൾ ഇങ്ങനെയാണ്, ഞരമ്പ് രോഗിയാണെന്നുള്ള തരത്തിലൊക്കെ, അതൊക്കെ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത, അങ്ങേയറ്റം താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ്, അയാൾ നിരപരാധി ആയതുകൊണ്ടാണ് അയാൾ തൂങ്ങി മരിച്ചത്. അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ ചെയ്യത്തില്ല. തെറ്റുകാരൻ ഒരിക്കലും അങ്ങനൊരു കൃത്യം ചെയ്യത്തില്ല, ആത്മഹത്യ ചെയ്യില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഭയന്നിട്ടോ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് ശിക്ഷാ നടപടികൾ ഭയന്നിട്ട് ആത്മഹത്യ ചെയ്താൽ ഓക്കെ. പക്ഷേ ഇതൊരു കേസ് പോലും ആകാത്ത സ്ഥിതിക്ക് അദ്ദേഹം അങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹം 100% നിരപരാധിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേൾക്കണം. അതായത്
ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കൂടി വന്നാൽ ഇത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ചാനലുകളിലെ വാർത്തയായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടും, ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞ നഷ്ടം ആർക്കാണെന്നറിയാം? നഷ്ടം ആ അപ്പനും അമ്മയ്ക്കും പിന്നെ ആ മരിച്ചുപോയ ആ യുവാവിനുമാണ്, ആ മനുഷ്യനുമാണ്, അല്ലേ? അയാള് എത്ര നിരപരാധിയാണെന്ന് പറഞ്ഞാലും ഈ ലോകം അയാളെ മറക്കും. കൂടി വന്നാൽ ഒരു 2 ആഴ്ച ചർച്ച ചെയ്യും. പിന്നീട് എന്തെങ്കിലും ഇതിന് തക്കതവണ്ണം അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മാത്രമേ ഈ പേര് ഓർമ്മിക്കുകയുള്ളൂ. അല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു ഒരു പ്രയോജനവും അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇല്ല മരണം കൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അദ്ദേഹം വന്ന് ധൈര്യപൂർവ്വം നേരിട്ട് ഒരു പരാതി കൊടുത്തിട്ട് ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്ത്രീ അയാളുടെ കൺമുന്നിൽ ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വന്നേനെ. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം എനിക്കുൾപ്പെടെ 100% പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പോംവഴിയായിട്ട് നമ്മൾ ആദ്യം കാണേണ്ടത് ആത്മഹത്യയല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആത്മഹത്യയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല. മരിക്കുന്നത് നിങ്ങൾക്കുമില്ല, നാട്ടുകാർക്കുമില്ല, നിങ്ങളെ ഉറ്റവരും ഉടയവരായിട്ടുള്ള ആർക്കാണോ അവർക്കുമില്ല. നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആ നഷ്ടത്തിൻ്റെ പുറകെ പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ നിരപരാധിത്വം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചിരുന്നാലും നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം ഇന്ന് അതിന് മാത്രം സാഹചര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പണ്ട് കള്ളസാക്ഷികളൊക്കെ പറഞ്ഞ് പ്രതികളാക്കുന്ന ഒരു സാഹചര്യമൊക്കെ പോയി. ഇന്നെന്ന് പറഞ്ഞാൽ കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയും അത് അംഗീകരിക്കുകയുള്ളൂ. എന്തിനും ഏതിനും തെളിവുകൾ തന്നെയാണ് ആവശ്യം. ഇന്ന് തെളിവുകളുണ്ട്. നമ്മൾ പണ്ടത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ കയറി പ്രതിയാക്കുന്ന ഒരു നടപടി, പ്രത്യേകിച്ച് പോലീസാണെങ്കിലും ഇന്ന് നിഷ്പക്ഷമായിട്ടാണ് പോലീസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ രാഷ്ട്രീയക്കാരുടെ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് പലതും കണ്ടെടുക്കേണ്ടതായിട്ട് വരും. എങ്കിലും പോലീസും പണ്ടത്തെ പോലെ അല്ല. പണ്ട് കാശ് മേടിച്ചിട്ട് പ്രതികളെ വെറുതെ വിടുകയും പിന്നെ നിരപരാധികളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമൊന്നും അല്ല ഇപ്പോൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇനിയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആദ്യത്തെ ഓപ്ഷൻ ആത്മഹത്യയായിട്ട് എടുക്കരുത്. കാരണം നഷ്ടങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ആശ്രയിക്കുന്ന കുടുംബജീവിതം, കുടുംബാംഗങ്ങളുണ്ട്. അപ്പൻ, അമ്മ, ബന്ധുക്കൾ, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ കണ്ണുനീര് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ഒരു പോംവഴിയല്ല. ഇതിൻ്റെ പിന്നിൽ ആ സ്ത്രീ ചെയ്തത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. ആ സ്ത്രീ അതിനുള്ള ശിക്ഷ അനുഭവിക്കും തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ വലിയൊരു അബദ്ധമായിപ്പോയി. കാരണം ഞാനിത് പറയുന്നത് ദീപക്കിന് മാത്രമല്ല. ഇത്തരം പ്രവണതകൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആത്മഹത്യയാണ് പോകുമ്പോഴേ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത്തരം പ്രവണതയിലേക്ക് പോകരുത്. ആത്മഹത്യ ഒരു തെറ്റായ പ്രവണതയാണ്. ആത്മഹത്യ ടെൻഡൻസി അതൊരിക്കലും നിങ്ങളെ ഒരിക്കലും നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. ഒരിക്കലും ഒരു നേട്ടം ഉണ്ടാകത്തില്ല അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാതെ ധൈര്യപൂർവ്വം നേരിടാൻ ശ്രമിക്കുക.